ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ക്ലാസ്. സോ ഇന്ന് പാർട്ട് 2 ആണ് നോക്കുന്നത്. പാർട്ട് 1 കാണാത്തൊരു പാർട്ട് 1 കണ്ടിട്ട് വരാം കേട്ടോ. സോ വെൽക്കം ടു ദി ക്ലാസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ നോക്കുന്നത് ക്ലോറോഫൈസിയാണ്. ഓക്കെ, സോ ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അതൊരു ഗ്രീൻ ആൽഗയാണ്. ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ആൽഗയാണ്. ഓക്കെ, ഇവരുടെ ബോഡി ചിലപ്പോൾ ഒന്നെങ്കിൽ യൂണിസെല്ലുലർ ആവാം, അല്ലെങ്കിൽ കൊളോണിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിലമെന്റസ് ഫോമിലായിരിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിഗ്മെന്റ്സ് ഉണ്ട്. പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എ ഉണ്ട്, അതേപോലെ തന്നെ ക്ലോറോഫിൽ ബി ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോറോഫൈസി എടുക്കുക, അല്ലെങ്കിൽ അതിൽ ഒരു ഗ്രീൻ ആൽഗി എടുക്കുകയാണെങ്കിൽ അവർക്ക് ക്ലോറോഫിൽ എ ഉണ്ട്, അതേപോലെ തന്നെ ക്ലോറോഫിൽ ബി എന്ന് പറഞ്ഞ പിഗ്മെന്റും കാണാം. അതേപോലെ തന്നെ ഇവരെ ക്ലോറോപ്ലാസ്റ്റ് ഷേപ്പ് ഒന്നെങ്കിൽ ഡിസ്കോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലേറ്റ്ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് അല്ലെങ്കിൽ കപ്പ് ഷേപ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൈറൽ അല്ലെങ്കിൽ റിബൺ ഷേപ്പ്. ക്ലോറോപ്ലാസ്റ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്കോയിഡ്, പ്ലേറ്റ് ലൈറ്റ് അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്ഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്ഡ് ആയിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവരിപ്പം നമ്മുടെ സ്റ്റോറേജ് ഫോംസ് ഉണ്ട്. ആ സ്റ്റോറേജ് ഫോമിനെ വിളിക്കുന്ന പേരാണ് പൈറിനോയിഡ്സ്. എന്താ വിളിക്കുക? പൈറിനോയിഡ്സ് എന്നാണ് അവരുടെ സ്റ്റോറേജ് ഫോം നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ സ്റ്റോറേജ് ഫോം ലൊക്കേറ്റ് ചെയ്തത് ക്ലോറോപ്ലാസ്റ്റിനകത്താണ്. അപ്പം നമ്മൾ ഗ്രീൻ ആൽഗേന്റെ സ്റ്റോറേജ് ഫോമിന് എന്താ വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോറേജ് ബോഡിയുടെ പേരാണ് എന്ത്? പൈറിനോയിഡ്സ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിനകത്താണ്. ഓക്കെ, ഈ പൈറിനോയിഡ്സിനകത്ത് ആരൊക്കെ ഉണ്ട്? പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാർച്ചും ഉണ്ട്. ഓക്കെ, അപ്പൊ പൈറിനോയിഡ്സിനകത്ത് ആരാ ഉള്ളത്? പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാർച്ചും ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ, പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച് എന്നാണ് അല്ലെ. അപ്പം ഇതിപ്പോ ഒരു പ്രോട്ടീൻ ആണെങ്കിൽ അതിന് നടുവ് ആരുണ്ടാവും? അല്ല, ഇതൊരു പൈറിനോയിഡ് ആണെങ്കിൽ അതിന് നടുവ് ആരുണ്ടാവും? നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാവും. അതിന്റെ ചുറ്റുള്ള ഭാഗമാണ് എന്ത്? സ്റ്റാർച്ച്. ഓക്കെ, അതാണ് പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞത്. ഇത് പ്രോട്ടീനും ബാക്കിയുള്ളത് എന്താണ്? സ്റ്റാർച്ച്. ഓക്കെ, അതാണ് പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ചില ആൽഗെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്. ഓക്കെ, അപ്പം ചില ആൽഗേസ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഗ്രീൻ ആൽഗെ നമ്മൾ അവർക്ക് നല്ല റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട്. ഇന്നർ സെല്ലോസും ഔട്ടർ ലെയർ പെക്ടോസും ആണ്. ഗ്രീൻ ആൽഗേന്റെ സെൽ വാൾ റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ആണ്. ഇന്നറിൽ നമ്മുടെ സെല്ലോസ് എന്ന ലെയറും, അതേപോലെ തന്നെ ഔട്ടർ ലെയർ പെക്ടോസും ആണ്. ഓക്കെ, സോ ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ അവരെന്താണ്? ഗ്രീൻ ആൽഗെ ആണ്. അവരുടെ ബോഡി ഒന്നെങ്കിൽ യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ കോളനി പോലെ ആവാം, അല്ലെങ്കിൽ ഫിലമെന്റസ് ആയിരിക്കാം. അതേപോലെ തന്നെ അവരുടെ പിഗ്മെന്റ് ക്ലോറോഫിൽ എയും ഉണ്ട്, ബിയും ഉണ്ട് പിഗ്മെന്റ്. അവര് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡിസ്ക് ഷേപ്പ് ആയിരിക്കാം, ഡിസ്കോയിഡ്, അല്ലെങ്കിൽ പ്ലേറ്റ്ലേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് ആവാം, അല്ലെങ്കിൽ കപ്പ് ഷേപ്ഡ് ആവാം, ഒന്നെങ്കിൽ സ്പൈറലോ അല്ലെങ്കിൽ റിബൺ ഷേപ്ഡോ ആവാം. ഇവരുടെ സ്റ്റോറേജ് ഫോമാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് ബോഡി എന്താണ്? പൈറിനോയിഡ് ആണ്. അത് ലൊക്കേറ്റ് ചെയ്ത ക്ലോറോപ്ലാസ്റ്റിനകത്താണ്. ഈ പൈറിനോയിഡിനകത്ത് സെൻട്രൽ പോർഷനിൽ പ്രോട്ടീൻ ഉണ്ടാവും, അതിന് ചുറ്റും ആരാ ഉണ്ടാവുക? സ്റ്റാർച്ച് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ചില ആൽഗെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഫുഡ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ്. ഓക്കെ, അവരുടെ സെൽ വാൾ റിജിഡ് സെൽ വാൾ ആണ്. അതിൽ ഇന്നർ ലെയർ മേഡപ്പ് ചെയ്ത സെല്ലോസിനെ കൊണ്ടും ഔട്ടർ ലെയർ മേഡപ്പ് ചെയ്ത പെക്ടോസിനെ കൊണ്ടാണ്. അതേപോലെ തന്നെ അവരുടെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതേപോലെ തന്നെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത്. അതായത് ഓരോ ഫ്രാഗ്മെന്റിനും പുതിയ പുതിയ കുട്ടികൾ ഉണ്ടാവും. അതാണ് ഫ്രാഗ്മെന്റേഷൻ. ഇതിപ്പോ ഒരു ഫ്രാഗ്മെന്റ് ആയിട്ട് വെച്ചാൽ ഓരോ ഫ്രാഗ്മെന്റ്സിനും പുതിയ പുതിയ കുട്ടികൾ ഉണ്ടാവുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഫ്രാഗ്മെന്റേഷൻ. ഇനി അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഫ്ലജല്ലേറ്റഡ് സൂസ്പോർ വഴിയാണ്. അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സൂസ്പൊറാൻജിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അവർ 3 ടൈപ്പ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്: ഐസോഗാമസ്, ആനൈസോഗാമസ്, അല്ലെങ്കിൽ ഊഗാമസ്. ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ 2 ഗാമേറ്റും സിമിലർ സൈസ് ആയിരിക്കും. ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ 2 ഗാമറ്റ്, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും സിമിലർ സൈസ് ആയിരിക്കും ഉണ്ടാകാം. ആനൈസോഗാമസ് എന്ന് പറഞ്ഞാൽ ഒരു ഗാമേറ്റ് മറ്റതിനേക്കാളും സൈസ് ഡിസിമിലർ. ഒരു ഗാമേറ്റ് ഇപ്പം വലുതാണെങ്കിൽ മറ്റേ ഗാമേറ്റ് ചെറുതായിരിക്കും, അതിനേക്കാളും കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. ഊഗാമസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗാമേറ്റ് വലുതും മെയിൽ ഗാമേറ്റ് ചെറുതുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? ക്ലാമിഡോമോണാസ്,
വോൾവോക്സ്, യൂളോട്രിക്സ്, സ്പൈറോഗൈര, കാര. ഓക്കെ, ഇതിപ്പോ ഓർത്ത് വെക്കാൻ SUVCC ഓർത്താൽ മതി. SUVന്റെ CC അടയ്ക്കണം. ആ രീതിയിൽ ഓർത്താൽ മതി. എസ് സ്പൈറോഗൈറ, യു യൂളോട്രിക്സ്, വി വോൾവോക്സ്, സി ക്ലൈമഡോമോണാസ്, സി കാര. ഓക്കെ, സോ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, SUVCC. സോ അടുത്താണ് ഫിയോഫൈസി. ഫിയോഫൈസി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൗൺ ആൽഗയാണ്. ഫിയോഫൈസി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൗൺ ആൽഗയാണ് ഫിയോഫൈസി എന്ന് പറഞ്ഞാൽ. അവർ നമ്മൾ കാണപ്പെടുന്നത് മെറൈൻ ഹാബിറ്റാറ്റ്സിലാണ്. മെറൈൻ ഹാബിറ്റാറ്റ്സിലാണ് നമുക്ക് ഫിയോഫൈസിയെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ റേഞ്ച് പറഞ്ഞാൽ അവർ ചെറിയ സിമ്പിൾ ബ്രാഞ്ചഡ് ഫിലമെന്റസ് ഫോമിലുള്ള എക്ടോകാർപ്പസ് തൊട്ട് അതേപോലെ ഹൈ നല്ല ബ്രാഞ്ചസ് ഉള്ള നമ്മുടെ കെൽപ്സ് ഏകദേശം 100 മീറ്ററോളം വളരുന്നുണ്ടാവും. ഓക്കെ, സോ അവരുടെ ഈ സൈസിന്റെ റേഞ്ച് പറഞ്ഞാൽ ഭയങ്കര വേരിയേഷൻ. അതായത് ചെറിയ ഫോം മുതൽ വലിയ ലാർജ് 100 മീറ്റർ വരെ വളരുന്ന ചെടികളുണ്ട്. ഓക്കെ, അത് സിമ്പിൾ ബ്രാഞ്ചിന്റെ ഒരു ഫോമാണ് എക്ടോകാർപ്പസ് ആണ് വിളിക്കുന്നത്. അതേപോലെ ഹൈലി ബ്രാഞ്ച്ഡ് ആയതിന്റെ പേരാണ് കെൽപ്സ്. കെൽപ്സ് ഏകദേശം 100 മീറ്ററോളം അത് വളരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവരുടെ ക്ലോറോഫില്ല് A&C. അപ്പൊ നമ്മളെ ക്ലോറോഫൈസിൽ എയും ബി ആണുള്ളത്. ഫിയോഫൈസിയയിൽ ക്ലോറോഫിൽ എയും സി ആണുള്ളത്. അതേപോലെ തന്നെ കെറോട്ടിനോയിഡ്സ്, ക്സാന്തോഫിൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇവർ ക്ലോറോഫിൽ എ ഉണ്ട്, സി ഉണ്ട്, കെറോട്ടിനോയിഡ്സ് ആൻഡ് ക്സാന്തോഫിൽസ്. ഇവരുടെ കളർ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒലിവ് ഗ്രീനിന്റെ ഷെയ്ഡ്സ് ഒക്കെ കാണാം. ഓക്കെ, അതായത് ഈ ക്സാന്തോഫിലിന്റെ പിഗ്മെന്റ് അനുസരിച്ചിട്ടാണ് ഇവരെ ഒലിവ് ഗ്രീൻ നിന്ന് ബ്രൗണിലേക്ക് പോകുന്ന ഷെയ്ഡ്സ് കാണും. അപ്പം കളർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒലിവ് ഗ്രീൻ ടു ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ, അതായത് നമ്മുടെ ക്സാന്തോഫിൽ പിഗ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ക്സാന്തോഫിൽ മാത്രമല്ല, അവരോട് ആരുണ്ട്? ഫ്യൂക്കോക്സാന്തിനും ഉണ്ട്. ഓക്കെ, അപ്പൊ അവര് ഈ ഫുഡ് നമ്മൾ കോംപ്ലക്സ് ആയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടാണ് അവര് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അത് ഏതൊക്കെ ഫോമിലാ? ലാമിനാരിൻ അതേപോലെ മാനിറ്റോളും ആയിട്ടാണ്. ഓക്കെ, സോ അവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അത് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഓക്കെ, അവരുടെ സെൽവാൾ സെല്ലുലോസിക് സെൽവാളാണ്. സെല്ലുലോസിക് സെൽവാളാണ് ആർക്കുള്ളത്? ഫിയോഫൈസിക് അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയ്ക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആ സെല്ലോസിന്റെ കവർ കൊണ്ട് ഒരു ജെലാറ്റിനസ് കോട്ടിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് ജെലാറ്റിനസ് കോട്ടിംഗ്. ആൽജിന്റെ ഒരു ജെലാറ്റിനസ് കോട്ടിംഗ് അവർക്കുണ്ട്. ഓക്കെ, അപ്പൊ ഈ സെല്ലോസിക് സെൽവാളിനെ കവർ ചെയ്തിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് ആൽജിന്റെ, ജെലാറ്റിനസ് കോട്ടിംഗ് ഓഫ് ആൽജിൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ട്. ഈ പ്രോട്ടോപ്ലാസ്റ്റിനകത്ത് എന്താ പറയാ ഒരു സെൻട്രൽ ലൊക്കേറ്റ് ചെയ്ത വാക്യൂൾ അതേപോലെ ന്യൂക്ലിയസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ഈ പ്ലാന്റ് ബോഡി അറ്റാച്ച് ചെയ്യുന്നത് ഈ സബ്സ്ട്രാറ്റ്, അതായത് നമ്മുടെ സോയിലിനോട് അറ്റാച്ച് ചെയ്ത് ഹോൾഡ് ഫാസ്റ്റ് വഴിയാണ്. അപ്പം ഈ എന്താണ് ഈ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതാണ് നമ്മുടെ ഒരു സബ്സ്ട്രാറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഒരു സോയിൽ ആയിട്ടുള്ള, അപ്പൊ അതിനോടുള്ള ഇതാണ് അറ്റാച്ച് ചെയ്യുന്ന ഹോൾഡ് ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പൊ ഈ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് നമ്മുടെ റൂട്ട് ലൈക്ക് ഫോം. ഓക്കെ, റൂട്ട് ശരിക്കും റൂട്ടാണോ? അല്ല, റൂട്ട് ലൈക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ അവർക്കൊരു സ്റ്റോക്ക് ഉണ്ട്, അതിനാണ് നമ്മൾ സ്റ്റൈപ്പ് എന്ന് വിളിക്കാം. ആൻഡ് അവരുടെ ഒരു ലീഫാണ് ഫ്രോണ്ട്. അപ്പം ഇതാണ് ഈ സ്റ്റൈപ്പ്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ലൈക്ക് ആണ്. ഇപ്പൊ സ്റ്റൈപ്പ് എന്ന് പറഞ്ഞാലും എന്താ? സ്റ്റെം ലൈക്ക് ആണ്. ഇനി ഫ്രോണ്ട് എന്ന് പറഞ്ഞാൽ ലീഫ് ലൈക്ക് ആണ്. ഓക്കെ, സോ അവര് ഈ സോയിലിനോട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? ഹോൾഡ് ഫാസ്റ്റ്, അതായത് റൂട്ട് ലൈക്ക് ഫോം ആണ്. അവർക്ക് ഒരു സ്റ്റോക്ക് ഉണ്ട്, സ്റ്റെം ഉണ്ടെന്നാണ് സ്റ്റൈപ്പ് എന്നാണ്. അത് സ്റ്റെം ലൈക്ക് ആണ്, ഒറിജിനൽ സ്റ്റെം അല്ല. അതേപോലെ തന്നെ അവർക്ക് ഒരു ഫ്രോണ്ട് ഉണ്ട്, അതാണ് ലീഫ് ലൈക്ക്. ഫോട്ടോസിന്തറ്റിക് ഓർഗൻ, അതായത് ഫോട്ടോസ് നടക്കുന്ന ഒരു ഭാഗം. ഓക്കെ, ഇനി അവര് റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഓരോ ഫ്രാഗ്മെന്റിനും പുതിയ ഓർഗാനിസംസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളിപ്പോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അവർ ബൈഫ്ലജെല്ലേറ്റ് സൂസ്പോർ ആണ്. അപ്പൊ അവർ പിയർ ഷേപ്ഡ് ആണ്. അപ്പം ഈ പിയർ ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇവിടെയും ഒരു അൺഈക്വൽ ആയ ഒരു ഫ്ലജല്ലിയും കാര്യങ്ങളൊക്കെയാണ് ഈ പിയർ ഷേപ്ഡ് വരുന്നത്. ഓക്കെ, അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ പിയർ ഷേപ്ഡ് ആണ്. അതേപോലെ അൺഈക്വൽ ആയ രണ്ട് ലാറ്ററലി അറ്റാച്ച്ഡ്
ഫ്ലജെല്ല ഉണ്ട്. അൺഈക്വൽ ആയ ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജെല്ല അവർക്കുണ്ട്. ഓക്കെ, ഇതാണ് പിയർ ഷേപ്പ്. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഐസോഗ്യാമസ്, ആനൈസോഗ്യാമസ്, ഊഗ്യാമസ് വഴിയൊക്കെ നടക്കുന്നത്. അപ്പം ഇവിടെ വെച്ചാല് ഇപ്പം നമ്മുടെ ഈ ഗാമീറ്റ് ഒന്നിച്ച് ചേരുന്ന ഒന്നെങ്കിൽ വാട്ടറിലായിരിക്കാം, അല്ലെങ്കിൽ അവര് ഊഗോണിയം എന്താ വെച്ചാൽ നമ്മുടെ ഫീമെയിൽ ഗാമസിന്റെ അകത്തായിരിക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ അവര് പിയർ ഷേപ്പ്, ദ ഗാമീറ്റ്സ് ആർ പിയർ ഷേപ്ഡ് ആയിരിക്കാം. അതേപോലെ അവർക്ക് ലാറ്റലക്സ് ഫ്ലജ് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ ഒരു എക്സാമ്പിൾ ആണ് എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേരിയ, സർഗാസം, ഫ്യൂക്കസ്. അപ്പം എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേരിയ, സർഗാസം, ഫ്യൂക്കസ്. ഫിയോഫൈസിയന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ? എക്ടോകാർപ്പസ് ഉണ്ട്, ഡിക്റ്റിയോട്ട ഉണ്ട്, ലാമിനാരിയ ഉണ്ട്, സർഗാസ് ഉണ്ട്, ഫ്യൂക്കസ് ഉണ്ട്. സോ നമുക്കൊന്ന് ഫിയോഫൈസിയ നോക്കിയാലോ. ഫിയോഫൈസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൗൺ ആൽഗയാണ്. അവര് മെയിൻ ആയിട്ട് കാണപ്പെടുന്ന എവിടെയാ? മെറൈൻ ഹാബിറ്റാറ്റിലാണ്. അവരുടെ സിമ്പിൾ ഫോം ഉണ്ട്, അതിന്റെ പേരാണ് എക്ടോകാർപ്പസ്. പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച് ഫോമിനെയാണ് നമ്മൾ കെൽപ്സ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 100 മീറ്ററോളം അവർ വളരുന്നുണ്ടാവും. അവരുള്ള ക്ലോറോഫിൽ എ ഉണ്ട്, സി ഉണ്ട്, കെരോട്ടിനോയിഡ് ഉണ്ട്, ക്സാന്തോഫിൽ ഉണ്ട്. അവരുടെ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒലിവ് ഗ്രീൻ തൊട്ട് ബ്രൗൺ ഷെയ്ഡ്സ് വരെയാണ് അവർ വരുന്നത്. അത് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്സാന്തോഫിൽ പിഗ്മെന്റ്, അതേപോലെ ഫ്യൂക്കോസാന്തിൻ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവര് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന കോംപ്ലക്സ് ആയ കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ലാമിനേരിയന്റെയും മാൻറ്റോളിന്റെയും രൂപത്തിലാണ്. ഓക്കെ, അതേപോലെ തന്നെ അവർക്ക് ഒരു സെല്ലുലോസിക് സെൽ വാൾ ഉണ്ട്. അതിന്റെ പുറത്തൊരു കവറിംഗ് ഉണ്ട്, ജെലാറ്റിനസ് കോട്ടിംഗ്, ആൽജിന്റെ ഒരു ജെലാറ്റിനസ് കോട്ടിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഈ സോയിലിനോട് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ് ഹോൾഡ് ഫാസ്റ്റ്. അതൊരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതേപോലെ ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ആണ് സ്റ്റൈപ്പ് എന്ന് പറഞ്ഞാൽ. അവരുടെ ഫോട്ടോസ് നടക്കുന്ന ഒരു ഭാഗമാണ് ഫ്രോണ്ട്, അത് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇവിടെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഓരോ ഫ്രാഗ്മെന്റിൽ പുതിയ പുതിയ കുട്ടികൾ ഉണ്ടാവും. അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞാൽ പിയർ ഷേപ്ഡ് ആണ്. അവർക്ക് അൺഈക്വൽ ആയ രണ്ട് ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജെല്ല കാര്യങ്ങളുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവർ ഐസോഗ്യാമസോ അല്ലെങ്കിൽ ആനീസോഗ്യാമസോ അല്ലെങ്കിൽ ഊഗ്യാമസോ വഴിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവർ ഗാമേറ്റ് വന്നിരിക്കുന്ന ഒന്നെങ്കിൽ വാട്ടറിലായിരിക്കാം, അല്ലെങ്കിൽ ഊഗ്യാമസ് ആയിട്ടായിരിക്കാം. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേരിയ, സർഗാസം, ഫ്യൂക്കസ്. ഇതാണ് ഫിയോഫൈസി. ഇനി അടുത്താണ് റോഡോഫൈസി. റോഡോഫൈസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അവര് റെഡ് ആൽഗയാണ്. ഈ റെഡ് വരാനുള്ള കാരണം വെച്ചാൽ ആർ ഫൈക്കോ എറിത്ത് എന്ന് പറഞ്ഞ പിഗ്മെന്റ് അവരുടെ ബോഡിയിലാണ്. ഓക്കെ, ഈ ആർ ഫൈക്കോ എറിത്താണ് എന്ത്? റെഡ് പിഗ്മെന്റ് ആണ്. അതേപോലത്തെ മെജോറിറ്റി ഓഫ് ദ റെഡ് ആൽഗ എന്താ? ഒന്നുകിൽ മെറൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവര് വാമായ ഏരിയസിലൊക്കെ അവർ കാണപ്പെടുന്നത്. മെജോറിറ്റി ഓഫ് ദ റെഡ് ആൽഗ എവിടെ കാണപ്പെടുന്നത്? മെറൈനിലാണ്. അതേപോലെ തന്നെ വാമായ ഏരിയാസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവർ നമുക്ക് നല്ല വെളിച്ചുള്ള സ്ഥലത്ത് കാണാൻ, സർഫസിനോട് വാട്ടറിനോട് ചേർന്ന സ്ഥലത്ത് അവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഓഷ്യന്റെ ഡെപ്തിലേക്ക് നമുക്ക് അവരെ കാണാൻ കഴിയും. ലൈറ്റ് പോലും എത്താൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? റെഡ് ആൽഗേനെ കാണാൻ കഴിയുന്നുണ്ട്. ലൈറ്റ് എത്തുന്ന മുകളിൽ നമ്മുടെ വെള്ളത്തിന്റെ സർഫസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഡീപ്പ് ഓഷ്യനിലേക്കും ലൈറ്റ് എത്താൻ പറ്റാത്ത സ്ഥലത്ത് വരെ നമുക്ക് ആരെ കാണുന്നുണ്ട്? റെഡ് ആൽഗേനെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, റിലേറ്റീവ്ലി ലിറ്റിൽ ലൈറ്റ് പെനട്രേറ്റ്സ് പറഞ്ഞാൽ തുളച്ചു പോവുക. ചെറിയൊരു ലൈറ്റ് എത്തുന്ന ഭാഗത്ത് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ആഴത്തിലോട്ട് നമുക്ക് ആരെ കാണാൻ കഴിയും? റെഡ് ആൽഗേനെ കാണാൻ കഴിയുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റെഡ് ആൽഗ, ഇപ്പൊ റെഡ് ആൽഗ പറഞ്ഞാൽ താര എന്ന് പറഞ്ഞാൽ ബോഡി നടത്താം. ഓക്കെ, റെഡ് ആൽഗ ഒന്നെങ്കിൽ മൾട്ടി സെല്ലുലാർ ആകാം. അതേപോലെ തന്നെ അവർക്ക് ചില ആൾക്കാർക്ക് കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആയിട്ടാണ്. ഓക്കെ, അത് എമൈലോപെക്റ്റിനൊക്കെ സിമിലർ ആയിട്ടാണ്, അതായത് ഗ്ലൈക്കോജൻ സ്ട്രക്ചറിനോടൊക്കെ സിമിലർ ആയിട്ടാണ് അവരുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മൾ റെഡ് ആൽഗ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ അസെക്ഷലി ഉണ്ട്, അതേപോലെ തന്നെ സെക്ഷലി ഉണ്ട്. വെജിറ്റേറ്റീവ് നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴി, ഓരോ ഫ്രാഗ്മെന്റിനും പുതിയ പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നുണ്ടാവും. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോൺ മോട്ടൈൽ സ്പോർസ് വഴിയാണ്. അതേപോലെ സെക്ഷലി അവർക്ക് എന്തുണ്ട്? നോൺ മോട്ടൈൽ സ്പോർസ് വഴിയുണ്ട്. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഊഗാമസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കോംപ്ലക്സ് ആയ ഒരു പ്രോസസ്സാണ്. ഇനി ഇവരുടെ എക്സാമ്പിൾ പറഞ്ഞാൽ പോളിസൈഫോണിയ, പോറിഫെറ, ഗ്രാസിലേറിയ, ജെലീഡിയം. ഇത് ഓർത്ത് വെച്ചാൽ PG. ഓക്കെ, പോളിസൈഫോണിയ, ഗ്രാസിലേറിയ, പോറിഫെറ, ജെലീഡിയം. ഓക്കെ, സോ റോഡോഫൈസി എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് ആൽഗയാണ്. റോഡോഫൈസി എന്ന് പറഞ്ഞാൽ റെഡ് ആൽഗയാണ്. അവരുടെ ശരീരത്തിൽ എന്തുണ്ട്? റെഡ് പിഗ്മെന്റ്, ആർ ഫൈക്കോ എന്ന് പറഞ്ഞ റെഡ് പിഗ്മെന്റ് വളരെ ഹൈ ആയതുകൊണ്ടാണ് അത് റെഡ് ആൽഗ ആയിട്ട് കാണപ്പെടുന്നത്. അവർ നമുക്ക്
മെറൈൻ ആണ് തോന്നെ കാണപ്പെടുന്നത്. അതേപോലെ വാമായ ഏരിയാസിലൊക്കെ നമുക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ട്. സർഫസിനോട് വെള്ളത്തിന്റെ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഡീപ് ഓഷ്യൻസ് നമുക്ക് അവരെ കാണാൻ കഴിയും. ലൈറ്റ് പോലും ചെറിയ വെളിച്ചം പോലെ എത്തിപ്പെടുന്ന സ്ഥലത്ത് വരെ നമുക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും അടിയിലേക്ക് നമുക്ക് റെഡ് ആൽഗേനെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലത്തെ റെഡ് ആൽഗേന്റെ ബോഡി എന്താ ഭയങ്കര മൾട്ടി സെല്ലുലർ ആണ്. അതേപോലെ കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ട്. അവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർസ് ആയിട്ടാണ്. അത് മീലോപ്രോട്ടീൻ ഗ്ലൈക്കോജൻ സ്ട്രക്ചറിനോട് സിമിലർ ആയിട്ടുള്ളതാണ്. ഓക്കെ, അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് ഉണ്ട്. വെജിറ്റേറ്റീവ് വരുന്ന ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അതായത് ഓരോ ഫ്രാഗ്മെന്റ്സും പുതിയ പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നുണ്ടാവും. എസെപ്ഷ്യലി നോൺ മോട്ടൈൽ സ്പോർസും സെക്ഷലി നോൺ മോട്ടൈൽ സ്പോർസ് ആണ്. അതേപോലെ ഈ ഗാമേറ്റ് ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവര് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്സ്, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമുള്ള ഇവന്റ്സിനാണ് നമ്മൾ പോസ്റ്റ്, അതായത് ഒരു സംഭവം നടന്നു അതിനുശേഷമാണ് പോസ്റ്റ് പറഞ്ഞത്. അപ്പൊ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്സും കാര്യങ്ങൾ അത് കുറച്ച് കോംപ്ലക്സ് ആയ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് പോളിസൈഫോണിയ, പോറിഫെറ, ഗ്രാസിലേറിയ, ജലീഡിയ, പി ജി എന്ന് ഓർത്തിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ആദ്യം തന്നെ ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ, ഗ്രീൻ ആൽഗിയ, ബ്രൗൺ ആൽഗിയ, റെഡ് ആൽഗിയ ഈ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഗുണമുണ്ട്. അതായത് ഇപ്പം ഈ പിഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും ക്ലോറോഫിൽ എ കോമൺ. അപ്പം എ എ എ എഴുതാം, ബി സി ഡി. അപ്പം പിന്നെ ബി സി ഡി എന്ന് ഓർത്താൽ എല്ലാത്തിലും ക്ലോറോഫിൽ എ ഉണ്ട്, പിന്നെ ബി സി ഡി. അപ്പൊ ആദ്യം ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ എല്ലാത്തിലും എന്തുണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട്. താഴത്തോട്ട് നമ്മൾ ബി സി ഡി എന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, സോ പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമായിരിക്കും. ക്ലോറോഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ ആൽഗിയാണ്. അവർ എന്തുണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട്, ബി ഉണ്ട്. ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർസ് ആയിട്ടാണ്. സെല്ലുകള് സെല്ലോസ് ആണ്. ഓക്കെ, ഇനി അവർക്ക് ഫ്ലജെല്ല നമ്പർ എത്ര ഉണ്ട്? 2 മുതൽ 8 എണ്ണം ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പം വീക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. 2 മുതൽ 8 എണ്ണം എപ്പിക്കലായിട്ട് നമുക്ക് ഫ്ലജെല്ല കാര്യങ്ങൾ കാണാം. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്? ഫ്രഷ് വാട്ടറിലാണ്. കുറച്ച് ആൾക്കാർ ബ്രാക്കിഷ് വാട്ടറിലും പിന്നെ കുറച്ച് ആൾക്കാർ നമുക്ക് സാൾട്ട് വാട്ടറിലും കാണാം. ഇനി അടുത്ത് ഫിയോഫൈസ് എന്ന് പറഞ്ഞാൽ അതിലെന്താ? ബ്രൗൺ ആൽഗിയാണ്. അതിൽ ക്ലോറോഫിൽ എ ഉണ്ട്, സി ഉണ്ട്. അതേപോലെ ഫ്യൂക്കോക്സ് ആൽഗിയും കാണാം. അവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് മാനിറ്റോൾ ആയിട്ടും ലാമിനാർ ആയിട്ടാണ്. സെൽവ എന്ന് പറഞ്ഞാൽ സെല്ലോസും ഉണ്ട്, അതേപോലെ തന്നെ ആൽജിനും ഉണ്ട്. ഇനിയിപ്പോ അവരെ ഈ അവർ പൊസിഷൻ ഒക്കെ പൈറിഫോം ഷേപ്പിലാണ് അല്ലെ? 2 ലാറ്ററൽ ആയിട്ട് പൈറിഫോം ഷേപ്പിലാണ്. ലാറ്റർ അൺഈക്വൽ ആയിരിക്കും. അവരുടെ ഫ്ലജെല്ല എന്തായിരിക്കും? അൺഈക്വൽ ആയിരിക്കും. ഓക്കെ, അവര് ഈ ഫ്രഷ് വാട്ടറിൽ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ, ബ്രാക്കിഷ് വാട്ടറിൽ കുറെ ആൾക്കാരെ കാണാം, സാൾട്ട് വാട്ടറിൽ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. ഈ റോഡോഫൈസ് നോക്കുകയാണെങ്കിൽ റെഡ് ആൽഗിയാണ്. അത് ക്ലോറോഫിൽ എ ഉണ്ട്, ഡി ഉണ്ട്, ഫൈക്കോ എറിത്ത് എന്ന് പറഞ്ഞാൽ റെഡ് എന്നുള്ളൊരു മീനിങ്. ഓക്കെ, അവര് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഫ്ലോറീഡിയൻ സ്റ്റാർസ് ആയിട്ടാണ്. അവർ സെൽവാൾ, സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സും കാര്യമൊക്കെ ഉണ്ട്. അവർക്ക് എന്തില്ല? ഫ്ലജെല്ല ഇല്ല, അത് ആബ്സെന്റ് ആണ്. ഓക്കെ, ഇനി അതേപോലെ അവർ ഫ്രഷ് വാട്ടറിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബ്രാക്കിഷ് വാട്ടറിൽ കുറച്ച് കൂടെ ഉണ്ട്, സാൾട്ട് വാട്ടറിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പിഗ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ക്ലോറോഫിൽ എ കോമൺ ആണ്, പിന്നെ ബി സി ഡി എഴുതി വെച്ചാൽ മതി. അതേപോലെ ഇവിടെ ഹാബിറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രഷ് വാട്ടറിൽ തോന്നുള്ളത് ആരാ? നമ്മുടെ ക്ലോറോഫൈസിയാണ്. ഏറ്റവും കൂടുതൽ സാൾട്ട് വാട്ടറിൽ ആരാ? റോഡോഫൈസിയാണ്. ഓക്കെ, സോ ആ ഒരു ഓർഡറിൽ എഴുതാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ, സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മനസ്സിലായിട്ട് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.